രാജ്യത്തെ പിടിച്ചുകുലുക്കി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ കൃത്യമായ മറുപടി പറഞ്ഞു. ഹോട്ട് ആൻഡ് ടോക്ക് പരിശോധിക്കുകയാണ്. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസ്, ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം ശ്രീ ഷാബു പ്രസാദിലേക്കാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നമ്മൾ വിശദമായി കേട്ടു. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി മറുപടി പറഞ്ഞു. ഇല്ല, ഇത് കൂടുതൽ എങ്ങനെയാണ് കൃത്യമായിട്ട് മറുപടി പറയുക? ഒന്നാമത്തെ കാര്യം, ഈ വോട്ട് ചോരി, വോട്ട് മോഷണം എന്നല്ലേ ഇവർ ഈ പറയുന്നത്. എങ്ങനെയാണ് ഈ വോട്ട് മോഷ്ടിക്കപ്പെടുക? അതായത് എൻ്റെ വോട്ടവകാശം മറ്റൊരാൾ കവർന്നെടുത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ വോട്ട് മോഷണം എന്ന് പറയുക. ഇവിടെ ആർക്കാണ് വോട്ട് മോഷണം? അങ്ങനെ ഒരു പരാതി കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ ആയിരക്കണക്കിന് വോട്ടർമാരുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു, അത് BJPക്ക് ലഭിച്ചു. അല്ല, കോൺഗ്രസിന്റെ എന്നുള്ളതല്ല, സാധാരണക്കാരനായ ജനത്തിന്റെ വോട്ടറുടെ വോട്ട് മോഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, വോട്ടറുടെ വോട്ട് മോഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വോട്ട് മറ്റൊരാൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാതിയേ ഇല്ല. ഇവിടെ ഏറ്റവും അധികം വിവാദമായിരിക്കുന്ന, ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന തൃശ്ശൂർ 2019 കോൺഗ്രസ്സിന് കിട്ടിയതിനേക്കാൾ ഏതാണ്ട് 1 ലക്ഷം കുറവ് വോട്ടാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. 1 ലക്ഷത്തോളം, ഏതാണ്ട് 90,000 ആണെന്ന് തോന്നുന്നു. അത്രയും വോട്ട് കുറവാണ് ലഭിച്ചിരിക്കുന്നത്. ആ വോട്ട് BJP മോഷ്ടിച്ചു കൊണ്ടുപോയോ, ചോരി ചെയ്തുകൊണ്ട് പോയോ? അവർക്കെങ്ങനെ വോട്ട് കുറഞ്ഞു? അതിനവർക്ക് ഉത്തരമില്ല. പിന്നെ വേറൊന്ന്, ഇതിൻ്റെ ഉന്നയിച്ച ഒരു ഡ്യൂപ്ലിക്കേഷന്, അങ്ങനെയുള്ള അഡ്രസ് ചേഞ്ച്, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ വിശദമായിട്ടാണല്ലോ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇതിന് പറഞ്ഞത്. നമ്മുടെ ഇലക്ഷൻ സിസ്റ്റം എന്താണ്? എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണത്. നോക്കൂ, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഡൽഹിയിലെ നിർവാചൻ സദനിലെ 300 പേര് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡയറക്റ്റ് എംപ്ലോയീസ്. ബാക്കി മുഴുവനും 10 ലക്ഷത്തോളം BLO, 10 ലക്ഷത്തോളം ബൂത്തുകളുണ്ട് കേരളത്തിൽ, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്. ഇവരാരാണ്? അതാത് സംസ്ഥാന സർക്കാരുകൾ നിയോഗിക്കുന്ന ആ സംസ്ഥാന സർക്കാരിലെ എംപ്ലോയീസാണ്. ഇത്രയും ബൂത്ത് ലെവൽ എംപ്ലോയീസ്. അത് കഴിഞ്ഞ് വോട്ടർ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഇത് മുഴുവൻ വോട്ടർ പട്ടികയും ഈ പട്ടിക മുഴുവനും ബൂത്ത് ലെവൽ ഏജൻറ്റ്സ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായി ലഭിക്കും. ഒരു ബൂത്തിൽ എത്ര വോട്ടുണ്ട്? 1000-1200 വോട്ടാണുള്ളത്. ബൂത്ത് ലെവൽ ഏജൻറ്റ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയെയും ആ ബൂത്തിലെ പരിധിയിൽ വരുന്ന വ്യക്തികളെ മുഖാമുഖം പരിചയമുള്ളവരാണ്. അവർക്ക് എത്രയെല്ലാം അവസരമുണ്ട്. പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ തൃശ്ശൂരിൽ സംഭവിച്ചതിനെ പറ്റി രാഷ്ട്രീയ നേതാക്കൾ, അവിടുത്തെ ഇടത് വലത് മുന്നണികൾ, കോൺഗ്രസും UDF-ഉം LDF-ഉം UDF-ഉം ഉൾപ്പെടെ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. വ്യാപകമായി ഈ പറയുന്ന ഇരട്ട വോട്ടുകൾ ചേർക്കപ്പെടുന്നുണ്ട്, സ്ഥാനാർത്ഥി അടക്കമുള്ളവരുടെ കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ വോട്ട് തൃശ്ശൂരിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന പരാതി നേരത്തെ നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോഴും കണ്ണടച്ചു എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. അല്ല, ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഇപ്പം വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടെ അല്ലാതെ, നിയമപരമായിട്ടല്ലാതെ അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് ഇവർക്ക് പരാതിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൈൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ 45 ദിവസത്തിനകം ഇവർക്ക് കോടതിയെ സമീപിക്കാം. ഇവിടെ എന്തല്ല, ആ വോട്ട് ചെയ്യുമ്പോൾ, ഇവർക്ക് പരാതിയുള്ള വോട്ടുകൾ ചെയ്യുമ്പോൾ അവിടെ ബൂത്തിൽ ഇരിക്കുന്ന പോളിംഗ് ഏജൻറ്റിന് ആ വോട്ട് ചാലഞ്ച് ചെയ്യാം. ഇയാൾ ഇവിടെ ഉള്ള ആളല്ല, ഇയാളിത് ഇന്നലെ വന്ന് ചേർത്തവനാണ്, ഇത് കള്ളവോട്ടാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഓരോ ബൂത്തിലെയും ഏജൻസിന് അത് ചാലഞ്ച് ചെയ്യാം. അത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ ഈ ബൂത്ത് ലെവൽ ഏജൻസിന് അവരുടെ ബൂത്തിൽ ചേർത്തിരിക്കുന്ന വോട്ടുകൾ ശരിയായ വോട്ടുകളല്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ചാലഞ്ച് ചെയ്യാം. ബൂത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ചാലഞ്ച് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. അതും കഴിഞ്ഞിട്ട് കോടതിയെ സമീപിക്കാം. ഇത്രയും അവസരങ്ങൾ ഇവിടെ നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ടുണ്ടായിട്ട്
അല്ല, അവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു പ്രശ്നം, ശ്രീ ഷാബു പ്രസാദ്, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു പ്രശ്നം, ഈ വോട്ട് ചെയ്തതിന് ശേഷം ചലഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് ഇലക്ട്രൽ റോൾ തരാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല. അപ്പോൾ CCTV ഉൾപ്പെടെ ടാമ്പർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത് നശിപ്പിച്ചു കളയുന്നതിന് സ്വകാര്യത, കമ്മീഷൻ ആരോപിക്കുന്നത് പോലെ, പറയുന്നത് പോലെ സ്വകാര്യത മാനിച്ച് നശിപ്പിച്ചു കളയുന്നതിന് ഇത്ര സമയപരിധിയുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഈ ഹാർഡ് കോപ്പി എല്ലാം പരിശോധിച്ചുകൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ പറ്റില്ല, കള്ളവോട്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിന് കമ്മീഷൻ കൃത്യമായ മറുപടി പറഞ്ഞോ? ഞാൻ പറയാം. പറഞ്ഞു ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള റോള് കൊടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ. അതിന് സുപ്രീം കോടതിയുടെ ജഡ്ജിമെൻ്റുണ്ട് 2019 വോട്ടർമാരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതാണ്, മെഷീൻ റീഡബിൾ കൊടുക്കാൻ പാടില്ല എന്ന്. അതിന് പ്രകാരമാണ്. പിന്നെ ഞാനതല്ലല്ലോ ചോദിച്ചത്. ഈ 45 ദിവസത്തിന് ഇത്രയും ചെയ്യണ്ടേ? ഒരു ബൂത്തിലെ ഒരു ഏജൻറ്റിന് അവരുടെ ബൂത്തിൽ വോട്ട് ചെയ്ത വോട്ടുകൾ ചെക്ക് ചെയ്യാൻ 1 മണിക്കൂർ വേണം. 1 മണിക്കൂർ അവരുടെ സാന്നിധ്യത്തിലല്ലേ ഈ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുന്നത്? അവരുടെ പ്രസൻസിലല്ലേ വന്ന് വോട്ട് ചെയ്യുന്നത്? ആ വോട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം തൃപ്തികരം എന്ന് പറഞ്ഞ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ ബൂത്തിൽ നിന്ന് ആ പോളിംഗ് ക്ലോസ് ചെയ്യുക. എവിടെ പരാതി കൊടുത്തു? അതാ പറഞ്ഞ് ഇത് എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആണ്. ഈ ഡീസെൻട്രലൈസിലെ പോയിന്റ് വ്യക്തമാണ്. ശ്രീ ഷാബു പ്രസാദ് തുടരുക. കോൺഗ്രസിന്റെ മറുപടി ഒന്ന് കേട്ടുവരാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് പറയുന്നത് പോലെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോഴും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ നിങ്ങൾ പരാതിപ്പെടാത്തത് എന്തുകൊണ്ടാണ്? പല ന്യായീകരണം നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു ഇത് വളരെ സുതാര്യമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. ഷാബു പറഞ്ഞതുപോലെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. വിജ്ഞാൻ ഭവനിൽ ഇരുന്നിട്ട് ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പരിപാടി മാത്രം അല്ല. അപ്പോൾ കമ്മീഷൻ ഇന്ന് പറഞ്ഞ മറുപടി രാഹുലിനെ കൃത്യമായി ബോധ്യപ്പെടേണ്ട ഒരു മറുപടി അല്ലേ? ഒരിക്കലുമല്ല എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഷാബു പ്രസാദിനുള്ള മറുപടി. അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം വൈകിയത് ഒരു പരാതിയുമായി മുമ്പോട്ട് വരാൻ. അദ്ദേഹം സുപ്രീം കോടതിയുടെ ചില വിധികളെ പറ്റിയൊക്കെ പ്രതിപാദിക്കുകയും ചെയ്തു. എന്നാൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ കള്ളവോട്ട് ചേർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, തെറ്റായ വോട്ട് ചേർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് കള്ളവോട്ട് ചെയ്യുക എന്ന ഇന്റൻഷനോട് കൂടിയാണ് എന്ന് കരുതേണ്ടി വരും എന്ന് ഇതേ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കള്ളവോട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം ബാരിയർ, അങ്ങനെ ഒരു സാധനം ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഉണ്ടോ ശ്രീ ഷാബു പ്രസാദ്? ഇല്ല. കള്ളവോട്ട് കണ്ടുപിടിച്ചാൽ അത് എപ്പോഴും റിപ്പോർട്ട് ചെയ്യാം. ഇലക്ഷന് മുമ്പും ചെയ്യാം, ഇലക്ഷന് ശേഷവും ചെയ്യാം. അങ്ങനെ കള്ളവോട്ട് അല്ലെങ്കിൽ കള്ളത്തരത്തിൽ വോട്ട് ചേർക്കപ്പെട്ടു എന്ന് കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഈ രാജ്യത്ത് ഒരു ടൈം ബാരിയർ, ഈ രാജ്യത്തിന്റെ ഒരു നിയമ സംഹിതയും പറയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും പറയാം. ഇന്ന് ജ്ഞാനേഷ് കുമാർ നടത്തിയത് എന്താണ്? ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷണറിന്റെ ജോലിയൊക്കെ രാജിവെപ്പിച്ച് പറ്റുമെങ്കിൽ BJPയുടെ സ്പോക്ക് പേഴ്സൺ ആയിട്ട് വെക്കണം. എത്ര മനോഹരമായാണ് അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിനെ ഡിഫെൻഡ് ചെയ്തത്. സെൻട്രൽ ഗവൺമെന്റിന്റെ പേര് പറയാതെ കേന്ദ്ര ഗവൺമെന്റിനെതിരായി വരുന്ന ആരോപണങ്ങൾ, അവരുടെ പാർട്ടിയെ ഉന്നം വെച്ച് വരുന്ന കൃത്യമായ അടിസ്ഥാനപരമായ ആരോപണങ്ങളെ ആ പാർട്ടിക്ക് വേണ്ടി അവരുടെ സ്പോക്ക് പേഴ്സൺസ് ഡിഫെൻഡ് ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി ഇന്ന് ജ്ഞാനേഷ് കുമാർ ഡിഫെൻഡ് ചെയ്ത് കളഞ്ഞു. അദ്ദേഹത്തെ BJPയുടെ സ്പോക്ക് പേഴ്സൺ ആകണമേ. മികച്ച പണി അതാണ്. നോക്കൂ, അദ്ദേഹം പറയുന്നത് എന്താണ്? ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിന്റെ സംഹിത എന്താണ്? ഒന്ന്, ഞങ്ങളെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട, തോക്ക് കാണിച്ച് പേടിപ്പിക്കണ്ട. ആരാ തോക്ക് കാണിച്ചേ? ആരെങ്കിലും തോക്ക് കാണിച്ചോ? അദ്ദേഹത്തെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? ഞങ്ങൾ ചില തെറ്റുകൾ, വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള തെറ്റുകൾ സ്പോട്ട് ഔട്ട് ചെയ്ത് പറയുന്നു. ഞങ്ങൾ സംശയിക്കുകയാണ് ഇത് BJP ആണ് ചെയ്തത് എന്ന്. അത് BJPക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിച്ചു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. എന്തുകൊണ്ടാണ് സംശയിക്കുന്നത്? ഒന്ന്, ഞങ്ങൾ ഇലക്ട്രോണിക് റീഡബിൾ മെഷീൻ ഡേറ്റ ചോദിച്ചിട്ട് ഇന്ന് വരെ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. വിവിധ സ്ഥലങ്ങളിൽ, തൃശ്ശൂരിൽ ജില്ലാ കളക്ടറിന് ഇലക്ഷന് 3 ദിവസം മുമ്പാണ് TN പ്രതാപൻ പരാതി കൊടുക്കുന്നത്. തൃശ്ശൂരിലടക്കം വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ പരാതി കൊടുത്തെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നിലപാട്, ആ കമ്മീഷന്റെ ഭാഗമായി നിങ്ങൾ നേരത്തെ ഈ സിംപ്ലിഫൈ ചെയ്ത ഈ ഡീസെൻട്രലൈസ്ഡ് ഗൂൺസ് ഉണ്ടല്ലോ, ആ ഗൂൺസ് എടുത്ത നിലപാട് എന്താ? അവരെടുത്ത നിലപാട് BJPക്ക് അനുകൂലമാണ്. അത് തൃശ്ശൂരിലാണ്, അമേഠിയിലാണ്, കർണാടകയിലാണ്, തെലുങ്കാനയിലാണ്, മഹാരാഷ്ട്രയിലാണ്. രാജ്യമൊട്ടുക്കും നിങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുത്തു. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറ്റൊരു വാദം എന്താ? ഈ സ്വകാര്യത വലിയ വിഷയമാണത്രേ. ഒരു കാര്യം മനസ്സിലാക്കണം ശ്രീ ഷാബു പ്രസാദ്, സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. പക്ഷേ എന്റെയും അങ്ങയുടെയും വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ആ പബ്ലിക് ഡോക്യുമെന്റിൽ എവിടെയാണ് സ്വകാര്യത കീപ്പപ്പ് ചെയ്യാൻ പറ്റുക? എന്റെ വോട്ട് പാറത്തോട് പഞ്ചായത്തിൽ ഇതിന്റെ അകത്ത് 2ാം വാർഡിൽ 700ാം നമ്പർ വോട്ടായി വസന്ത് ഷാജു അല്ലെങ്കിൽ വസന്ത് തെങ്ങുംപള്ളി എന്ന് പറയുന്ന
പറയുന്ന ഒരു വോട്ടുണ്ട് എന്ന് എനിക്ക് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമല്ല, അങ്ങേക്കും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ്. അതിലെവിടെയാണ് സ്വകാര്യത കീപ്പപ്പ് ചെയ്യാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ? ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്രമാത്രം വലിയ 150 കോടി ജനതയുടെ നാട്ടിൽ, 100ഓളം കോടി ജനത വോട്ടർമാരുള്ള നാട്ടിൽ ഞങ്ങൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ചോദിച്ചത്. നിങ്ങളാ പണി ചെയ്യേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യൂ, മിഷൻ റീഡബിൾ ഡേറ്റ ഞങ്ങൾക്ക് തരൂ. കൃത്യം 6 മാസത്തിനുള്ളിൽ ഈ രാജ്യത്തെ മുഴുവൻ കള്ളവോട്ടുകളും ഞങ്ങൾ സ്പോട്ട് ഔട്ട് ചെയ്ത് തരാം. ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ BJP? പിന്നെ നിങ്ങൾ ചോദിച്ചത് ഞങ്ങൾ പരാതിപ്പെടാൻ വൈകി, ഞങ്ങൾ പ്രസ് മീറ്റ് വിളിക്കാൻ വൈകി. ഞാൻ ചോദിക്കട്ടെ, ശ്രീ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിട്ട് എത്ര ദിവസമായി? ആ ആരോപണത്തിന് മറുപടി കൊടുക്കാൻ അടിസ്ഥാനമില്ലാത്ത ചില രാഷ്ട്രീയ വെല്ലുവിളി പോലെയുള്ള തെരുവ് പ്രസംഗങ്ങളിലൊക്കെ, ഞാനും തെരുവ് പ്രസംഗം നടത്തുന്ന ആളാണ്, തെരുവ് പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ എതിർകക്ഷിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു തെരുവ് പ്രസംഗം എന്ന് എനിക്ക് പറയാൻ പറ്റൂ. ആ തെരുവ് പ്രസംഗം ദില്ലിയിൽ ഇരുന്ന് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര ദിവസം എടുത്തു? നോക്കൂ, ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് 1, 2, 3, 4 എന്ന് ഉത്തരം പറഞ്ഞില്ലെങ്കിലും അതിന് മറുപടിയായി ചില രാഷ്ട്രീയം പറയാൻ വന്നിരിക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു ദിവസങ്ങൾ. അപ്പൊ 9 ദിവസത്തിന് ശേഷമാണ് മറുപടി ഉണ്ടാകുന്നത്. വസന്ത് തുടരുക. ശ്രീ ഷാബു പ്രസാദ്, 9 ദിവസം എടുത്തു എന്നുള്ളതിന് കമ്മീഷന് എന്തെല്ലാം ന്യായീകരണങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വകാര്യത. അതാണല്ലോ കമ്മീഷൻ ഊന്നി പറഞ്ഞത്. വസന്ത് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ, വോട്ടർ ലിസ്റ്റ് എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണ്. BJP-കാരനും കോൺഗ്രസ്സുകാരനും CPM-കാരനും എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു പൊതു ഡോക്യുമെന്റ് അല്ലേ. അപ്പോൾ അതിലെന്താണ് ഈ സ്വകാര്യത എന്നുള്ളത് കമ്മീഷൻ രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം ഉന്നയിക്കുന്ന ഒരു വാദമാണോ? നോക്കൂ, മെഷീൻ റീഡബിൾ ഡേറ്റ കൊടുക്കുന്നതിൽ കമ്മീഷന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ഇവർ ഇവിടെ ഉന്നയിച്ച വാദം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ച് അവിടെ നിന്ന് ഒരു ഉത്തരവ് വാങ്ങിക്കഴിഞ്ഞാൽ കമ്മീഷൻ അത് കൊടുത്തല്ലേ പറ്റൂ. ബഹുമാനപ്പെട്ട കോടതി, ഇവർ മെഷീൻ റീഡബിൾ ഡേറ്റ തരാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. കോടതി ഇടപെട്ട് അവരിൽ നിന്ന് ഞങ്ങൾക്ക് മെഷീൻ റീഡബിൾ ഡേറ്റ തരണം, അതിനുള്ള ദയവ് ചെയ്ത് ഉത്തരവുണ്ടാകണം. കോടതിയുടെ പഴയ ഉത്തരവ് മാറ്റിവെച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ അപേക്ഷ പരിഗണിച്ച് മെഷീൻ റീഡബിൾ ഡേറ്റ തരാനുള്ള ഉത്തരവ് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇങ്ങനെ കൊടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങിക്കഴിഞ്ഞാൽ കമ്മീഷന് കൊടുത്തല്ലേ പറ്റൂ. പിന്നെ ഇവർ പറയുന്നു, ശരി, ഇപ്പോഴും കമ്മീഷൻ പറയുന്നുണ്ടല്ലോ, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ലേ, പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കാം, ആ പരാതി തരൂ. നിങ്ങളാ പരാതി, ഈ നാട്ടിലൊരു സിസ്റ്റമുണ്ട്, ആ വ്യവസ്ഥാപിത മാർഗത്തിൽ സത്യവാങ്മൂലത്തോടുകൂടി പരാതി കൊടുക്കൂ, അവരത് അന്വേഷിക്കും. പരാതി പറയേണ്ടത്, ഇപ്പം എനിക്ക് താങ്കളെ പറ്റി ഒരു പരാതിയുണ്ട്, നിങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ താങ്കൾക്ക് എന്നെ പറ്റിയുണ്ട്, ഇത് ഇവിടെ ഇരുന്ന് പറയില്ല, അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് അയക്കണം, ഒരു കോടതിയിൽ പോകണം. ഇങ്ങനെ ഒരു സിസ്റ്റം ഈ നാട്ടിലുണ്ട്. ആ സിസ്റ്റം അനുവദിക്കാതെ ഞാൻ പബ്ലിക്കായിട്ട് പത്രസമ്മേളനത്തിൽ പരാതി പറഞ്ഞു, ഇനി നിങ്ങൾ ചെയ്തോണം എന്ന് പറയുന്നത് ശരിയാണോ? അതല്ലല്ലോ വേണ്ടത്. നിങ്ങൾ പരാതി കൊടുക്കൂ, കോടതിയെ ഇതൊക്കെ ഈ നാട്ടിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന സാധനമല്ലേ. ഈ സുപ്രീം കോടതിയും ഈ നിയമവും നമ്മുടെ നാട്ടിൽ ഇതൊന്നും 10 വർഷം മുമ്പ് BJP ഉണ്ടാക്കിയതല്ലല്ലോ. ആ 10-60 വർഷം നിങ്ങൾ അനുവർത്തിച്ചു പോന്ന ആ നിയമം, ഈ നാട്ടിലെ ഭരണഘടനയും ഇതിനനുസരിച്ചുള്ള സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യൂ, അതിനനുസരിച്ച് നീങ്ങൂ. മറുപടി കേട്ടുവരാം. എന്തുകൊണ്ടാണ് നിയമപരമായി നീങ്ങാൻ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ തയ്യാറാകാത്തത്? നിയമപരമായി നീങ്ങിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടില്ലേ? ഇല്ല, അതിൽ ഞങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ട്. ഒന്ന്, നിയമപരമായി നീങ്ങൂ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നിയമസംഹിത മാത്രം ട്രാൻസ്പെറന്റ് ആണ് എന്ന് ഒരു അഭിഭാഷകനായി ഞാൻ പോലും വിശ്വസിക്കുന്നില്ല. ഇനി നിയമപരമായി നീങ്ങുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഞങ്ങൾ നിയമപരമായി നീങ്ങും. പക്ഷേ ശ്രീ ശിവപ്രസാദ്, ആദ്യത്തെ യുദ്ധം അത് രാഷ്ട്രീയ യുദ്ധമാണ്. എന്തുകൊണ്ടാണ് ഇവർ നിയമപരമായി നീങ്ങൂ എന്ന് പറയുന്നതെന്ന് അറിയാമോ ശ്രീ ബിനിൽ? അത് ഒരു കുറുക്ക ബുദ്ധിയാണ്, ഒരു ക്രൂക്കഡ് മൈൻഡാണ്. അതായത് സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിൽ വരുന്ന വിഷയം സബ്ജുഡൈസ് ആണ്. അതിനെ നമുക്ക് പൊളിറ്റിക്കലൈസ് ചെയ്യാൻ പറ്റില്ല. കോടതിയുടെ പരിഗണനയിൽ വന്നാൽ ഈ വലിയ രാഷ്ട്രീയ ബോംബുണ്ടല്ലോ,
ആ ബോംബ് ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പ് വേദികളിൽ ഉപയോഗിക്കാൻ പറ്റില്ല, സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം രാഷ്ട്രീയ യുദ്ധത്തിലാണ്. അത് ഞങ്ങൾ ബീഹാറിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണല്ലോ പേടിച്ച് 4-3-7 പേപ്പർ കഷണവും വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഈ അർദ്ധമണിക്കൂറിൽ തന്നെ പേടിച്ച് വിറച്ചു വന്ന് ഈ പറയുന്ന ഈ തെരുവ് പ്രസംഗം ദില്ലി ആസ്ഥാനത്തിരുന്ന് നടത്തേണ്ടി വന്നത് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ബീഹാർ വോട്ടർ അധികാർ യാത്രയെ ഭയപ്പെട്ടുകൊണ്ടാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇനി ഞങ്ങളത് കൃത്യമായി ജനങ്ങളോട് സംവദിക്കും. ഞങ്ങൾക്ക് ജനങ്ങളെയാണ് വിശ്വാസം. ഞങ്ങൾ ബീഹാറിലെ ജനതയോട് പറയും, ഞങ്ങൾ കേരളത്തിലെ ജനതയോട് പറയും, അങ്ങനെ ഇന്ത്യ ഒട്ടാകെയുള്ള ജനതകളോട് ഞങ്ങൾ സംവദിക്കും. അതിനുശേഷം ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും. സംശയം വേണ്ട, കൃത്യമായി. പക്ഷേ ഞങ്ങളുടെ വായം അടപ്പിച്ച് കളയാൻ വേണ്ടി ഒരു ടെക്നിക്കാലിറ്റി, അയ്യോ അത് സബ്ജുഡീസ് ആണ് കേട്ടോ, അത് കോടതിയുടെ പരിഗണനയിലാണ് കേട്ടോ, നിങ്ങൾ ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കരുത്, തെരഞ്ഞെടുപ്പ് വേദിയിൽ സംസാരിക്കരുത്. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തെ പറ്റി തെരഞ്ഞെടുപ്പ് വേദിയിൽ സംസാരിക്കാൻ പറ്റുമോ ശ്രീ ബിനിൽ പോതൻ? പറ്റില്ല. നമ്മൾ സംസാരിച്ചാൽ അത് കോടതി അലക്ഷ്യമായി മാറില്ലേ? കോടതി അലക്ഷ്യമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കില്ലേ? അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ അത് ആദ്യം ജനങ്ങളോടാണ് സംവാദിക്കുന്നത്. അത് ബീഹാറിലുള്ള ജനങ്ങളോട് പറയും. ഈ പ്രാവശ്യം ബീഹാറിലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ അതായത് ഇവരുടെ ഒക്കച്ചങ്ങായി ഉണ്ടല്ലോ നിതീഷ് കുമാർ, അവരുടെ നാട്ടിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. അവിടെ പറഞ്ഞു തുടങ്ങി ഞങ്ങൾ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കും. ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി ഉന്നയിച്ച ശേഷമായിരിക്കും കോടതിയെ സമീപിക്കുക. നോക്കൂ, സുഷമ സ്വരാജ്, ലാൽകൃഷ്ണ അദ്വാനി അടക്കമുള്ള രാജ്യത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാക്കൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നവർ, അവരൊരു വിഷയം ഉന്നയിച്ചത് ആദ്യം പോയി അർദ്ധരാത്രിയിൽ സുപ്രീം കോടതിയുടെ വാതിൽ കുട്ടി അവിടെ നിന്ന് സാങ്ഷൻ കിട്ടിയ സാങ്ഷൻ പേപ്പറുമായിട്ട് വന്നിട്ടാണോ? അല്ല, അവർ പാർലമെന്റിനുള്ളിൽ ഉന്നയിച്ചിട്ടുണ്ട്, വെളിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഒരുപാട് സമയത്തിന് ശേഷമാണ് കോടതിയിലേക്ക് പോകുന്നത്. വളരെ കൃത്യമായി ഞങ്ങൾ കോടതിയെ സമീപിക്കും. പിന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തില്ല എന്നൊന്നും പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാൻ നോക്കല്ലേ ശ്രീ ഷാവു പ്രസാദ്. അദ്ദേഹം എന്റെ സ്നേഹിതനാണ് എങ്കിൽ പോലും ഇലക്ഷൻ കമ്മീഷന്റെ തൃശ്ശൂരിലെ റിട്ടേണിംഗ് ഓഫീസറായിരുന്നു ജില്ലാ കളക്ടർ. അദ്ദേഹത്തിനല്ലേ ഞങ്ങൾ പരാതി കൊടുത്തത്. ഇനി ഇതിലൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. എന്താണെന്നറിയാമോ? തൃശ്ശൂരുമായി ബന്ധപ്പെട്ട്, സ്പെസിഫിക്കലി തൃശ്ശൂർ. കാരണം ഞങ്ങളുടെ തൃശ്ശൂരിലെ ആരോപണം, ശ്രീ ബിനിൽ പോത്തൻ കുറെ കാലങ്ങളായി തിരുവനന്തപുരത്ത് താമസിക്കുന്നു. അങ്ങ് അത് ചെയ്തെന്നല്ല കേട്ടോ, തിരുവനന്തപുരത്ത് താമസിക്കുന്നു. പക്ഷേ അങ്ങ് സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്ന ആളാണ്. അങ്ങ് സുരേഷ് ഗോപിയുടെ ബന്ധുവാണ് എന്നിരിക്കട്ടെ. അപ്പൊ സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അങ്ങും കുടുംബവും ഇലക്ഷൻ ഒരു മാസം മുമ്പ് തൃശ്ശൂരിൽ വാടകയ്ക്ക് ഒരു വീടെടുത്ത് അവിടെ വോട്ട് ചേർക്കുന്നു. എന്നാൽ അങ്ങ് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തില്ല. അപ്പൊ ഇവരുടെ ഡിഫൻസ് എന്താ? അങ്ങ് തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തില്ലല്ലോ, ഈ പറയുന്ന തൃശ്ശൂരിൽ മാത്രമല്ലേ ചെയ്തുള്ളൂ എന്ന് ചോദിച്ചാൽ ഒരു മാസ് ബൾക്ക് വോട്ട് ജോയിനിങ് അത് നടത്താൻ പറ്റും. അത് ഇലക്ഷനെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. ഇപ്പൊ എനിക്കൊരു സീറ്റിൽ ഒരാളെ ജയിപ്പിക്കണമെന്നിരിക്കട്ടെ, എന്റെ കൂടെ നിൽക്കാൻ വിവിധ സ്ഥലങ്ങളിലെ 20,000 വോട്ടർമാരുണ്ട്. അവർക്ക് 20,000 വാടക വീടെടുത്ത് ഒരു മാസം മുമ്പ് കൊടുത്താൽ ഒരു മാസത്തെ വാടക അടച്ചാൽ പോരെ? ഒരു മാസത്തെ വാടക. ആ 20,000 പേരും ആ പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ആ 20,000 വോട്ടും അധികരിക്കും. അങ്ങനെ അധികരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ജനിച്ചു വളർന്ന് ജീവിച്ചു വരുന്ന ജനതയുടെ വോട്ട് അത് അട്ടിമറിക്കപ്പെടും. അതാണ് ചോദ്യം. ശരി, ആ പോയിന്റ് വളരെ വ്യക്തമാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ കോടതിയിലേക്ക് പോകണം എന്നത് അങ്ങ് പറഞ്ഞല്ലോ. വസന്തിന് മറുപടി പറയാം. അതിനു മുൻപ് മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ കോടതികൾ സ്വാഭാവികമായിട്ടും ഈ ആരോപണങ്ങളെല്ലാം അപ്പുറത്തേക്ക് തെളിവുകളാണല്ലോ, വളരെ കൺസീൽഡ് ആയിട്ടുള്ള എവിഡൻസുകളാണല്ലോ പരിഗണിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കള്ളവോട്ട് തെളിയിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് എന്നതിനൊപ്പം തന്നെ ഒന്ന് ഇലക്ട്രോണിക് റോൾ കൊടുക്കുന്നില്ല, അതിന് താങ്കൾ സുപ്രീം കോടതിയുടെ വിധിയാണ് പ്രശ്നമെന്ന് മറുപടി പറഞ്ഞു. രണ്ടാമതായി ഈ ഒരാൾ വോട്ട് ചെയ്തു എന്ന് തെളിയിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CCTV ദൃശ്യങ്ങളാണല്ലോ. CCTV ദൃശ്യങ്ങളും ഇവിടെ കമ്മീഷൻ നൽകാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുകയാണ്. അത് കോടതിക്ക് പോലും പരിശോധിക്കാനാവാത്ത വിധത്തിൽ നശിപ്പിക്കപ്പെടുകയാണ്. പിന്നെ എങ്ങനെ കോൺഗ്രസ് കോടതിയെ സമീപിക്കും? വസന്തിന് മറുപടിയും പറയാം. ഓക്കെ, ഞാൻ വസന്തിൻ്റെ ആദ്യം ഞാൻ മറുപടി പറയട്ടെ. അതായത് സബ്ജുഡീസായ ഒരു വിഷയം പുറത്ത് രാഷ്ട്രീയ ആരോപണമായി, രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിക്കാനാവില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം നിഷേധിക്കുന്നത്. നോക്കൂ, ഇവിടെ എത്രയോ പതിറ്റാണ്ടുകളായി അയോധ്യ വിഷയം സബ്ജുഡീസായി നിലനിൽക്കുകയും സബ്ജുഡീസായിരുന്നു. അത് 2019 അതിന് തീരുമാനമുണ്ടായത്. പക്ഷേ ഈ കണ്ട കാലം മുഴുവനും തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിലൊന്നും അതായിരുന്നു. ഇവർ നടത്തിയ അഴിമതി, മൻമോഹൻ സിംഗ് സർക്കാരിന് നടത്തിയ ഏറ്റവും വലിയ അഴിമതിയായ 2G സ്പെക്ട്രം 2014 മുമ്പ്, ആ ഇലക്ഷന് മുമ്പ് അത് കോടതിയിലെത്തി. സബ്ജുഡീസ് തന്നെയായിരുന്നു. സബ്ജുഡീസായ വിഷയം തന്നെയാണ് രാഷ്ട്രീയ ആരോപണമായി, രാഷ്ട്രീയ വിഷയമായി വന്നത്. ബൊഫോസ് ആരോപണം, രാജീവ് ഗാന്ധിയെ കടമുഴക്കിയ ബൊഫോസ് അഴിമതി,
സബ് ജുഡീസായിരുന്നു. അത് ഇന്നും ഇലക്ഷൻ വിഷയമാണെന്ന്, ഇന്നും അത് തെരഞ്ഞെടുപ്പ് വിഷയമാണ്. അതുകൊണ്ട് കോടതിയിലാണ് ഉള്ളത് കൊണ്ട് മാത്രം ഒരു വിഷയം പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതോ ഇലക്ഷനിൽ പ്രചരണങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുമില്ല. അത് കോടതിയുടെ അപമാനിക്കലോ അല്ലെങ്കിൽ ആ രീതിയിലോ പരിധി വിടരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സർവ്വ വിഷയം ഇവർ റഫാലും കൊണ്ട് കോടതിയിൽ പോയില്ലേ, റഫാൽ വിഷയം കൊണ്ട് ഇന്നും അവർ റഫാൽ വിഷയം ഉന്നയിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ല ഇവർ കോടതിയിൽ പോയ അല്ല വസന്ത, ഞാൻ പറയട്ടെ, കോടതിയിൽ പോയാൽ പൊളിഞ്ഞു പാളി നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചല്ലോ. താങ്കൾ മാന്യനായ ഒരു സംവാദകനാണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം പറയട്ടെ. താങ്കൾക്ക് അവസരമുണ്ടല്ലോ. അപ്പം അത് ഇവർ കോടതിയിൽ പോയാൽ കോടതി വലിച്ചു വാരി ഉടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഈ വോട്ട് ചേർക്കലിൻ്റെ കാര്യം, തിരുവനന്തപുരത്തുള്ള ആൾക്ക് തൃശ്ശൂർ വോട്ട് ചേർക്കാം, നിയമപരമായ മാർഗത്തിൽ കൂടെ വോട്ട് ചേർക്കാം. ഇനിയും ഈ പറഞ്ഞ നമ്മൾ ഇതിന് വാദത്തിന് സമ്മതിച്ചാൽ പോലും അതിൻ്റെ അകത്ത് നിയമവിരുദ്ധതയുണ്ടോ? ഇനിയും അതുണ്ട് എന്നിരിക്കട്ടെ, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, ഇവരുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് BLO കേരളത്തിലെ മുഴുവൻ BLO ഏതാണ്ട് 10-20,000 BLOമാർ കേരളത്തിൽ മാത്രമുണ്ട്. ആ 20,000 BLOയെയും BJP സ്വാധീനിച്ചു എന്നങ്ങ് വിചാരിക്കുക. അപ്പം വേറൊന്നുകൂടെ, ഇവരുടെ ഏജൻസ് ഓരോ ബൂത്തിലും ഇവർക്ക് ഏജൻസ് ഉണ്ട്. അടിസ്ഥാന തലത്തിൽ കോൺഗ്രസ്സിന് നല്ല പേരോട്ടമുള്ള സംസ്ഥാനമാണ് കേരളം. ബൂത്ത് ലെവലിൽ ശക്തമായ പ്രവർത്തനമുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ ആ ബൂത്ത് ലെവലിൽ ഇവരുടെ ഏജൻസിനെയും BJP വിലക്കെടുത്തു എന്ന് മറുപടി വേണം. ഷൗപ്രസാദ് തുടരുക. വസന്ത് പറയാൻ വന്ന കാര്യം പറയാം. അല്ല, അദ്ദേഹം 80കളിലേക്കും 90കളിലേക്കും ബൊഫേഴ്സിലേക്കും ഒക്കെയാണ് പോയത്. അത്രയൊന്നും പോകണ്ട. അങ്ങെന്തിനാ അത്രയും ദൂരെ പോകുന്നത്? നിങ്ങളോട് പിണങ്ങി, അതായത് സുപ്രീം കോടതിയിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പിണങ്ങി ഇന്ന് എവിടെയാണെന്ന് പ്രതിപക്ഷം ചോദിച്ചിട്ട് പോലും ഉത്തരം കിട്ടാത്ത ജഗദീപ് ധൻകർ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണല്ലോ ഇപ്പോ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. അതേ ജഗദീപ് 6 മാസം മുമ്പ് മണിപ്പൂർ വിഷയം പാർലമെന്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നോക്കൂ, അത് സബ് ജുഡീസ് ആണ്, പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് ജഗദീപ് ധൻകർ പറയുന്ന വീഡിയോ ആണ്. ജഗദീപ് ധൻകർ നിങ്ങളുടെ ആയിരുന്ന ജഗദീപ് ധൻകർ, അതായത് 6 മാസം മുമ്പ് നിങ്ങൾ പാർലമെന്റിൽ എടുത്ത നിലപാട് സബ് ജുഡീസ് ആയ മാറ്ററിൽ സംസാരിക്കാൻ പാടില്ല എന്നാണ്. ഇനി അതിന്റെ നിയമവശം പാർലമെന്റ് അടക്കമുള്ള ഇതുകളിൽ സുപ്രീം കോടതി ഒരു വിഷയത്തിൽ ഇത് സബ് ജുഡീസ് ആണ്, സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല. ഇനി അങ്ങ് ചോദിക്കുന്ന റഫേൽ, ഈ പറയുന്ന രാമക്ഷേത്രം അടക്കമുള്ള അതിലേക്ക് വരുന്നതിന് മുമ്പ് ഷാവു പ്രസാദ് എന്തോ ഒന്ന് പറയാം, വേറെ ക്ലാരിറ്റി വരുത്താം. അതായത് വേറൊന്നുമില്ല, പാർലമെൻറ്റിൽ ഒരു കാര്യം ഉന്നയിക്കുന്നതിലും സംസാരിക്കുന്നതിനും കൃത്യമായ നടപടിക്രമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ വേദികളിൽ രാഷ്ട്രീയ വിഷയമാക്കുന്നതിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതേ വിഷയം, ഈ മണിപ്പൂർ വിഷയം, സബ് ജുഡീസായ മണിപ്പൂർ വിഷയം ഇപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയ വിഷയമാക്കുന്നുണ്ടല്ലോ, പ്രചരണ വേദികളിൽ പറയുന്നുണ്ടല്ലോ. അത്രയാണ്. പാർലമെന്റിൽ സംസാരിക്കുന്നത് സ്വാഭാവികമായും റെക്കോർഡാവും. പാർലമെന്റിൽ സംസാരിക്കുന്നത് നാഷണൽ ആർക്കൈവ്സിൽ വരും. സ്വാഭാവികമായും നാളത്തെ തലമുറ പഠിക്കും. നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിരുന്നു, അത് വോട്ട് കൊള്ള നടത്തിയാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത് എന്ന് നാളത്തെ തലമുറ പഠിക്കും. അപ്പൊ അത് റെക്കോർഡ് ആവണം, നാഷണൽ ആർക്കൈവ്സിൽ വരണം, പാർലമെന്റിൽ സംസാരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണെന്നേ. അപ്പൊ മനസ്സിലായല്ലോ, തെരഞ്ഞെടുപ്പ് വേദികളിൽ മാത്രമല്ല പാർലമെന്റിനുള്ളിൽ ആ സബ് ജുഡീസ് ഇഷ്യൂ ഉണ്ടെന്ന് ശ്രീ ഷാവു പ്രസാദ് ഇപ്പൊ അംഗീകരിച്ചല്ലോ. അതാണ് ഞങ്ങളുടെ വിഷയം. സ്വാഭാവികമായി അത് ചർച്ച ചെയ്യാൻ ആദ്യം ഞങ്ങൾ പാർലമെന്റിലും തെരുവുകളിലും ഒക്കെ ചർച്ച ചെയ്യും, അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിക്കും. ഓക്കെ, ഷാവു പ്രസാദിന് മറുപടി പറയാം, നമുക്ക് സമയം ചുരുക്കമാണ്. അല്ല, അതിപ്പം അതൊക്കെ അവർ എവിടെയൊക്കെ എപ്പോഴൊക്കെ സംസാരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ സൗകര്യമാണ്. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, പുറത്ത് രാഷ്ട്രീയപരമായി രാഷ്ട്രീയ വേദികളിൽ സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉപയോഗിക്കുന്ന ഭാഷയും രീതികളുമൊന്നും പാർലമെൻറ്റിൻ്റെ അകത്ത് പറ്റില്ല, അറിയാമല്ലോ. വസന്തിന് അതായത് അനുഭവ സമ്പത്തുള്ള ഒരു യുവരാഷ്ട്രീയ പ്രവർത്തകനല്ലേ. പാർലമെൻറ്റിൻ്റെ അകത്തത്, പക്ഷെ പാർലമെൻറ്റ് ഒരു വർഷത്തിൽ കഷ്ടിച്ച് 3 പ്രാവശ്യം മാത്രം, എല്ലാം കൂടെ ഒരു 100 ദിവസത്തിൽ താഴെ മാത്രം കൂടുന്നതാണ് പാർലമെൻറ്റ്.
ഇവിടെ ജനങ്ങൾ പരന്നു കിടക്കുന്നു. ഞാനതല്ല പറഞ്ഞത്. ഇവർക്ക് ഒരേ സമയം ഇത് സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്യാം, ഇവർക്ക് രാഷ്ട്രീയ വിഷയമായി അവതരിപ്പിക്കുകയും ചെയ്യാം. ഇതിന് യാതൊരു തടസ്സവുമില്ല. ഒരു സംശയമില്ല. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി ശ്രീ ഷാബു പ്രസാദ് ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിക്കുള്ള മറുപടി 9 ദിവസത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ഗുരുതരമായിട്ട് രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണത്തിന് മറുപടി പറയുന്നത്. 5 കാര്യങ്ങളിലൂടെ വോട്ട് ചോരി നടക്കുന്നു എന്നുള്ളതാണ്. കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഡാറ്റയെ വിശകലനം ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നൽകിയ ഹാർഡ് കോപ്പികളെ വിശകലനം ചെയ്ത് പുറത്തുവിട്ട തെളിവുകളിൽ 5 വിധത്തിൽ വോട്ട് ചോരി നടക്കുന്നു എന്നുള്ളതാണല്ലോ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയത്. അതിന് കൃത്യമായി ആ അർത്ഥത്തിൽ തന്നെ വളരെ പരത്തി പറയാതെ വളരെ സ്പെസിഫിക്കായി മറുപടി പറയാൻ ഇലക്ഷൻ കമ്മീഷനായോ? വേഗത്തിൽ മറുപടി പറയാം. ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് ഉണ്ടാകും. ഇവിടെ നിയമപരമായ രീതിയിലല്ലാതെ എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്ന പരാതിയുണ്ടെങ്കിൽ നിങ്ങൾ ആ പരാതിയുമായി വരൂ, നമുക്ക് നോക്കാം. ഇത് വളരെ കൃത്യമായിട്ട് പറയാം. അത് മഹാദേവപുരയായാലും ശരി, തൃശ്ശൂരായാലും ശരി, വയനാടായാലും ശരി, അമേഠി ആയാലും ശരി, എവിടെയായാലും. പിന്നെ ഒരൊറ്റ കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ബൂത്ത് ലെവലിൽ അവരുടെ പ്രാദേശിക നേതൃത്വവുമായി ഇവർക്ക് ബന്ധമില്ലേ? ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്, വെറും 1000-1200 വോട്ട് മാത്രമുള്ള ഒരു ബൂത്തിൽ ആ ബൂത്ത് ലെവൽ ഏജൻറ്റിന്, രാഷ്ട്രീയ പാർട്ടിയുടെ ഏജൻറ്റിന് തങ്ങളുടെ ബൂത്തിലുള്ള എത്ര കള്ള വോട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ രീതിയിലുള്ള വോട്ടുകളുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ ദുർബലമാണ്. ശരി, ആ പോയിന്റ് വ്യക്തമാണ്. ശ്രീ വസന്ത്, മറുപടി പറയാം. അതായത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യമല്ലേ രാഹുൽ ഗാന്ധിക്ക് ഇതിങ്ങനെ പരസ്യമായി വിളിച്ചു പറയേണ്ടി വന്നത്? നിങ്ങളുടെ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാരോട് പറയേണ്ട കാര്യമല്ലായിരുന്നോ? നേരത്തെ ഇത് ക്രമക്കേടുണ്ടെങ്കിൽ നേരത്തെ ഇതെല്ലാം പരിശോധിക്കണം, നിങ്ങളുടെ സംഘടനയെ ശക്തിപ്പെടുത്തണം എന്ന് രാഹുൽ ഗാന്ധി അവരോടല്ലേ പറയേണ്ടിയിരുന്നത്? അല്ല, നോക്കൂ, അതിന്റെ ഉത്തരം ഞാൻ ഓൾറെഡി പറയട്ടെ. ഒറ്റ കാര്യം കൂടെ അവസാനം ഒരു റൗണ്ട് വരാം. പറയൂ വസന്ത്, പറയൂ. അല്ല, ഇത് ഒരു സെന്റൻസേ ഉള്ളൂ, ഒറ്റ സെന്റൻസേ ഉള്ളൂ. ഓക്കേ, പറഞ്ഞോളൂ വസന്ത്, തുടരുക. പറയൂ. അതിനോട് മറുപടി വരാം. അതേ ആടിയട്ടെ. ഒന്നുമല്ല, ഈ ബൂത്ത് ലെവൽ, ഇവരുടെ ബൂത്ത് ലെവൽ ഏജൻസ്, മഹാദേവപുരയിലെ ബൂത്ത് ലെവൽ ഏജൻസ് 1 മണിക്കൂർ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്ക് 6 മാസം ഈ ഡേറ്റയുമായി കെട്ടിപ്പിടിച്ചിരിക്കേണ്ടി വരില്ലായിരുന്നു. അത്രേ പറഞ്ഞു. ശരി, വസന്ത് പറയൂ. അതിന്റെ ഉത്തരം പറയാം. സ്വാഭാവികമായും അതിന്റെ ഉത്തരമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ഞങ്ങൾക്ക് കേവലം രാഷ്ട്രീയ പ്രസംഗത്തിൽ മറുപടി പറയാൻ 9 ദിവസം എടുത്തു. സ്വാഭാവികമായും നമ്മൾ ഇത് ഉന്നയിക്കപ്പെട്ടില്ല എന്നല്ല. മഹാദേവപുരയിൽ അടക്കം ഞങ്ങൾ പരാതി, ബൂത്ത് ലെവൽ ഏജന്റുമാർ പരാതി കൊടുത്തിട്ടുണ്ട്. 10 വർഷത്തിലേറെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കക്ഷിയാണ്. ഞങ്ങൾക്ക് സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ടാവും, അത് അംഗീകരിച്ചു. പ്രശ്നം തീർന്നില്ലേ? ഉണ്ടാവും. ഇനി ഇതിന്റെ ഉത്തരം ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അയാൾക്ക് അയാളുടെ ഭാര്യ മാത്രമാണ് കൂടെ ഉള്ളത്, ഭാര്യയും മകനും മാത്രമാണ് ബൂത്ത് ലെവൽ ഏജന്റായിട്ട് ഇരിക്കാൻ കൂടെ ഉള്ളത് എന്നിരിക്കട്ടെ. അയാൾ ആരോപണം ഉന്നയിച്ചാലും അത് പഠിക്കപ്പെടണം, അത് ധ്രുവീകരിക്കപ്പെടണം, അതിന് ഉത്തരം പറയണം. അതിന് കൃത്യമായി ബാധ്യതയുള്ള ഭരണഘടനാ സ്ഥാപനമാണ് നിങ്ങളുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ. അല്ലാതെ BJPയുടെ B ടീം അല്ല എന്ന് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഹോട്ട് ആൻഡ് ടോക്ക് പരിശോധിച്ചത്. ഷാബു പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തത്. 2 അതിഥികൾക്കും നന്ദി.